നിങ്ങളെ എന്തുകൊണ്ടാണ് ചതിക്കുന്നതെന്നോ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്നതെന്നോ, എന്തുകൊണ്ട് ഒന്നിനും നിങ്ങളെ അനുവദിക്കുന്നില്ല എന്നോ, ഇതിനൊക്കെയും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആരാണോ ആ വ്യക്തി, അയാൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ്. ആ പോയിന്റിലാണ് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വിജയമുള്ളിടത്ത് മാത്രമേ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ആ ശത്രുക്കൾ വന്നോട്ടെ, പക്ഷെ അവിടെ ഒന്നും ഞാനിനി നിൽക്കില്ല, അല്ലെങ്കിൽ തിരിഞ്ഞോടില്ല, എന്നെ പിറകോട്ട് വലിക്കാനാകില്ല എന്ന് നിങ്ങൾ എപ്പോ ദൃഢനിശ്ചയം എടുക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റിലും അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ, ഒരുപക്ഷെ കുടുംബത്തിലോ കൂട്ടുകാരിലോ വീട്ടുകാരിലോ പാർട്ട്നേഴ്സിലോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വരാം. അതൊക്കെയും അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാനാകാത്തതിന്റെ ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. അവിടെയൊന്നും നമ്മളെ അത് ബാധിക്കേണ്ട കാര്യമില്ല. ഇനി ആലോചിക്കുക, ആരാണ് നമ്മളെ പിന്നിൽ നിന്ന് ചതിക്കുന്നത്, ആരാണ് നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തത്. അങ്ങനെ ഉണ്ടാവും ഒരാളെങ്കിലും. അതിന് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നിടത്താണ് നിങ്ങളുടെ വിജയം. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ്. ഓൾവേസ് കീപ് സ്മൈലിംഗ്.